നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ചാർലി ക്രിക്കിൻ്റെ കൊലപാതകം ഏറെ വേദനയോടെയാണ് ലോകം നോക്കിക്കണ്ടത്. 33 മണിക്കൂറിനുള്ളിൽ തന്നെ കൊലപാതകിയെ കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞതും സന്തോഷകരമായ ഒന്നായി മാറി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്താതെ ആരോഗ്യവകുപ്പ് ഒളിച്ചുകളി തുടർന്നു. എന്നാൽ ഏറെ കോലാഹലങ്ങൾക്കൊടുവിൽ യഥാർത്ഥ കണക്ക് പുറത്തുവിടുകയായിരുന്നു ആരോഗ്യവകുപ്പ് ചെയ്തത്. നേപ്പാളിൽ ജൻസി പ്രക്ഷോഭകരുടെ കലാപം കൊടികുത്തി വാണ ഒരാഴ്ചയായിരുന്നു കടന്നുപോയത്. നേപ്പാളിലേക്ക് ശാന്തത മെല്ലെ മെല്ലെ വരുന്നതും കണ്ടു നമ്മൾ ഈ ആഴ്ചയിൽ. ഇങ്ങനെ നീണ്ടുപോകുന്നു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. എന്നാൽ ഈ ആഴ്ചയിൽ നമ്മളുടെ മനസ്സിൽ ഏറെ സ്വാധീനിച്ച, അല്ലെങ്കിൽ തട്ടിനിന്ന, മായാതെ മറയാതെ എവിടെയെങ്കിലും മനസ്സിൻ്റെ ഒരു മൂലയിൽ പറ്റിപ്പിടിച്ചിരുന്ന ആ വാർത്ത എന്താണ്? അത് എന്താണ് എന്ന് കണ്ടെത്തുകയാണ്, പറയുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. അങ്കിത, ഈ ആഴ്ചയിൽ അങ്കിതയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ വാർത്ത എന്തായിരുന്നു? ഒരു പക്ഷേ 1963 ജോൺ എഫ് കെന്നഡി അസാസിനേഷന് ശേഷം അമേരിക്കയെ നടുക്കിയ, അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ചാർലി കിർക്കിൻ്റെ രാഷ്ട്രീയ കൊലപാതകം. ചാർലി കിർക്ക് 33 വയസ്സുകാരനായ ഒരു യുവാവ്, പക്ഷേ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ, ലോക മനസാക്ഷിയെ തന്നെ രൂപീകരിക്കുവാൻ, അതിനെ വാർത്തെടുക്കുവാൻ വേണ്ടി അത്രമാത്രം തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് കോളേജ് ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് യുവാക്കളുമായിട്ട് അമേരിക്കയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ സൗമ്യമായ സംവാദങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു. തന്നെ ഏറ്റവും വെറുക്കുന്ന, വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് പോലും അദ്ദേഹം വളരെ സൗമ്യതയോടെ, ഒരു ചെറുപുഞ്ചിരിയോടെ കടന്നു ചെന്നു. അങ്ങനെയുള്ള ഒരു സാധാരണ നിലയിൽ അദ്ദേഹം നടത്തുന്ന ഒരു സംവാദത്തിന് വേണ്ടി യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴാണ് ഉദ്ദേശം 183 മീറ്റർ മാറി നിന്ന് ഒരു ലൊക്കേഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൃത്യമായി വെടിയേൽക്കുന്നത്. നമുക്ക് അറിയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചാണ് ഓരോ ഇവൻറ്റിനും ചാർലി കിർക്ക് എത്തിയിരുന്നത്. അങ്ങനെ അത്രയധികം സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ഒരു യുവാക്കളുടെ ഇടയിൽ സംവദിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വ്യക്തിയുടെ കഴുത്തിലേക്ക് വെടിയുതിർത്ത് ആദ്യത്തെ ആ ഒരു വെടിവെപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുവാൻ ഒരു കൊലപാതകയ്ക്ക് സാധിച്ചു. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 22 വയസ്സുകാരനായ ടൈലർ റോബിൻസൺ ആണ് ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയത്. 1 വർഷം മാത്രം കോളേജിൽ പഠിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി വന്ന ഇദ്ദേഹത്തിന് റാഡിക്കലായിട്ടുള്ള എന്തൊരു മാറ്റമാണ് ആ കോളേജ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുത്തിവെച്ചതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ കൊലപാതകത്തിൻ്റെ അത്രയും നീചമായ വസ്തുതകളിലേക്കും ഡീറ്റെയിൽസിലേക്കും കടക്കുന്നതിന് മുൻപ് തന്നെ ചാർലി കിർക്ക് എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇന്നത്തെ കേരളത്തിലെ, അല്ലെങ്കിൽ ഭാരതത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ചാർലി കിർക്ക് എന്ന് അവകാശപ്പെട്ടേക്കാം. തികച്ചും വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യമാണിത്. അവിടെയുള്ള തീവ്ര വലതുപക്ഷക്കാരാകട്ടെ, അല്ലെങ്കിൽ ഇടതുപക്ഷ മാധ്യമങ്ങളാകട്ടെ, അവർ പറയുന്നത് ചാർലി കിർക്ക് കേവലം ഒരു മോഡറേറ്റ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സംവാദങ്ങളിലും അദ്ദേഹം പറഞ്ഞത് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദരത്തിലുള്ള ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനാകാനോ പുരുഷന് സ്ത്രീയാകാനോ സാധിക്കില്ല. നിങ്ങൾ വിവാഹം കഴിക്കൂ, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകൂ, നിങ്ങളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഇത് മാത്രം പറഞ്ഞിരുന്ന ഒരു സാധാരണക്കാരനായ 33 വയസ്സുകാരൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി 18ാമത്തെ വയസ്സിൽ ടേണിംഗ് പോയിന്റ് USA എന്നൊരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കാളികളായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ടേണിംഗ് പോയിന്റ് USA. അതിൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ വാല്യൂസ്, അമേരിക്കയുടെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ഗോഡ്, കൺട്രി, ഫാമിലി, ഇത് യൂത്തിൻ്റെ ഇടയിൽ കൊടുക്കുക. അവർ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ ഒരു കാലഘട്ടത്തിൽ തന്നെ കോളേജുകളുടെ ഒരു പ്രധാന ഒരു സ്വഭാവം എന്ന് പറയുന്നത് കുട്ടികളെ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരാക്കി മാറ്റുക, കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റുക, ആൻറ്റിഫ ആക്കി മാറ്റുക. ഇതാണ് ഇന്ന് അമേരിക്കൻ കോളേജുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു കൗണ്ടർ ഫോഴ്സുമായിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് ചാർലി കിർക്ക്. ഒരു പക്ഷേ ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരായിട്ടുള്ള പലർക്കും അവർക്ക് ഉയർന്നു വരാൻ ചവിട്ടുപടിയായത് ചാർലി കിർക്കും അദ്ദേഹത്തിൻ്റെ TPUSAയുമാണ്. അതുകൊണ്ടാണല്ലോ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തെ എസ്കോർട്ട് ചെയ്ത് എയർഫോഴ്സ് 2 അരിസോണയിൽ, ഫീനിക്സിൽ എത്തിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്ന ചാർലി കിർക്കിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തുമ്പോൾ ഡയലോഗിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പം സത്യം വിളിച്ചു പറയുക എന്ന് പറയുന്ന ആളെ ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് സത്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരവസ്ഥ. അതായത് ലോകം മുഴുവൻ ഇപ്പോൾ അസത്യത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന ഒരു ന്യൂജൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ ജോയ്സേ?
ശരിയാണ്. ഇപ്പം ഒരു ചാർലി കിർക്കിനെ ഇല്ലാതാക്കി എന്നോർത്തുകൊണ്ട് സത്യം ഇല്ലാതാകുന്നില്ല. പല ചാർലി കിർക്ക് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള അമേരിക്കയിലെ സംഭവങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റോ ഇല്ലാതാകുന്നില്ല. അദ്ദേഹത്തെ വധിക്കാനെടുത്ത ഒരു തീരുമാനം ശരിക്കും അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ശരിക്കും അമേരിക്കയിൽ അരങ്ങേറുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ യുവജനങ്ങളെ അത്രയും ഉണർത്തിയ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം കൊടുത്ത വാക്കുകളാണ്. അത്രയും ശക്തിയുള്ളൊരു വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ അത്രയും ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ശരിക്കും ഒരു രക്തസാക്ഷിയാകാൻ പറ്റിയത് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പം ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷിയാകാൻ പറ്റിയതിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വിഷമം എന്നതിനപ്പുറം ഒരു അഭിമാനിക്കാനുള്ള ശരിക്കും ഒരു സോഴ്സാണ് ശരിക്കും അവിടെ വന്നിരിക്കുന്നത്. അത് കൂടുതൽ യുവജനങ്ങളെ ശരിക്കും ഇതുപോലെ രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിയ വാക്കുകൾ അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് ഈ 33 വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അത് വീണ്ടും ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ചാർലി കിർക്കിനെ കുറിച്ച് ലോകം മുഴുവൻ ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ലോകത്തിലെ യുവജനങ്ങളുടെ ഇടയിലേക്ക് എല്ലാം തന്നെ എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ വധിക്കണം എന്ന് ആലോചിച്ച ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പായി മാറുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇത് ചർച്ച ചെയ്യുന്നതും ലോകത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ തിയറിയെക്കുറിച്ചും എല്ലാം തന്നെ ഇപ്പോഴും പാടിപ്പുകഴ്ത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ സത്യം എന്ന് പറയുന്ന പാത നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് മുന്നോട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 33 വയസ്സിൽ ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയൊരു തിയറി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതുതന്നെയാണ് ഈ ആഴ്ചയിൽ നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ച അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന പോലെയുള്ള ഒരു വാർത്ത. റോജി പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ചാർലി കിർക്കിന്റെ മരണശേഷം ഇന്നലെ ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്ക് ലോകത്തെ അഭിസംബോധന ചെയ്തു. ആ ഒരു സംഭാഷണത്തിൽ ഉദ്ദേശം ഒരു 17 മിനിറ്റ് നീണ്ടു നിന്ന ആ ഒരു സംഭാഷണത്തിൽ എറിക്ക കിർക്കും ആ ഒരു ചാർലിയുടെ വിശ്വാസവും തന്നെ വിശ്വാസവും ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. തൻ്റെ കയ്യിൽ അന്ന് അവർ ഡേറ്റ് ചെയ്ത കാലഘട്ടത്തിൽ ചാർലി കിർക്കിന് ആദ്യമായി എറിക്ക കിർക്ക് കൊടുത്ത ഒരു കുരിശമാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അപ്പോൾ കിർക്കിന്റെ ജീവിതത്തിൽ വിശ്വാസം, ക്രിസ്തു എന്ന് പറയുന്നത് അത്രയും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ സംവാദങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന് അത്രയധികം അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എറിക്ക കിർക്ക് പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയായി ആ ഒരു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു വീണത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും എല്ലാ ഞായറാഴ്ചകളും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ലോകത്തിന് ആർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സാബത്ത് ആചരണം അത്രയും പ്രധാനമായി കണ്ട ഒരു വ്യക്തിയായിരുന്നു ചാർലി കിർക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനിയും മുഴങ്ങി കേൾക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കാനിരുന്നിരുന്ന ഒരു പുസ്തകം, സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള ആ ഒരു പുസ്തകം. തീർച്ചയായിട്ടും ഈ മരണത്തോടുകൂടി ചാർലി കിർക്ക് അവസാനിക്കുന്നില്ല. അനേകം ചാർലി കിർക്കുമാരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും ഇനി ലോകവും അമേരിക്കയും കാണാൻ പോകുന്നത്. തീർച്ചയായും ലോകം മുഴുവൻ തന്നെ ഏറെ ഞെട്ടലോടെ, വേദനയോടെ, കണ്ണീരോടെ കേട്ടൊരു വാർത്ത തന്നെയായിരുന്നു ചാർലി കിർക്കിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു 33 വയസ്സുകാരനായ ഇദ്ദേഹത്തിൻ്റെ മരണം. തീർച്ചയായും ഇത് നെഞ്ചിൽ ഒരുപാട് നെരിപ്പോടുകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ജോയ്സ്, എന്താണ് ഈ ആഴ്ച ജോയ്സിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ആ വാർത്ത? ശരിക്കും യുവജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത തന്നെ. നമുക്കറിയാം, നമ്മുടെ നേപ്പാളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യുവജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവജനങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണം തന്നെ അട്ടിമറിക്കാനുള്ള ശേഷി അവർക്കുണ്ട്, അവർക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് തെളിയിച്ച അനേകം സംഭവങ്ങളിൽ ഒന്നാണ് നേപ്പാളിൽ ഇപ്പം നമ്മൾ സംഭവിച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ശരിക്കും ഏത് നാട്ടിലായാലും ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾക്ക് നേതാക്കന്മാർക്കുമുള്ള ഒരു വാണിംഗ് ആണത്. ശരിക്കും യുവജനങ്ങളെ തഴയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരോധിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നല്ലോ, അതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മളവർക്കും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തിരിക്കുന്നു, ഒരു സോഷ്യൽ മീഡിയ നിരോധിച്ചതിൽ എന്താണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചിലപ്പം കോമൺ ആയിട്ട് ചിന്തിച്ചേക്കാം. പക്ഷേ അവിടെ ശരിക്കും അവർക്ക് പറയാനുള്ള അവരുടെ
വോയിസിനെയാണ് ശരിക്കും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചത്. ഇപ്പം ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ശരിക്കും യുവജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും അവരുടെ പ്രതിഷേധങ്ങൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ അത് നിരോധിച്ചത് വഴി അവർക്ക് ഏറ്റവും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ അവരുടെ വോയിസ് ഉയർത്താനോ ഒരു സോഴ്സ് ഇല്ലാതെ ആവുകയാണ് അവിടെ ശരിക്കും ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിലടക്കം ലോകം മുഴുവനുമുള്ള എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ നാട്ടിലെ നേതാക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നം വെച്ചാൽ യുവജനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, യുവജനങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ, മതമായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചതും മുൻപ് ശ്രീലങ്കയിൽ സംഭവിച്ചതും ബംഗ്ലാദേശിൽ സംഭവിച്ചതും എല്ലാം എവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് ശരിക്കും. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എന്ത് യുദ്ധം വരികയാണെങ്കിൽ, കലാപം വരികയാണെങ്കിൽ അതിനൊരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവും. നമുക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാർ ആണെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നേപ്പാളിലെ പ്രശ്നത്തിനും ഉണ്ടായ ഒരു ഇമ്മീഡിയറ്റ് കോസാണ് ഈ സോഷ്യൽ മീഡിയ നിരോധിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ യുവാക്കളുടെ ഇടയിലെല്ലാം തന്നെ വളരെ അരക്ഷിതാവസ്ഥമായി കിടക്കുന്ന ഒരു മനസ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം അവിടെ നമുക്കറിയാം നെപ്പോക്കിഡ്സ്, അതായത് അവിടെ ഉണ്ടായിരുന്ന അധികാരികളുടെ അധികാരവർഗത്തിൻ്റെ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ അവിടെ സാധാരണക്കാരാണെങ്കിലോ വളരെ ലോ ലെവൽ ജീവിച്ചു പോകുന്നു. അവിടുത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ചിൽ ഒരാൾ തൊഴിലില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ എല്ലാ യുവജനങ്ങളും മിക്കവാറും മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലി തേടി പോവുക. അവിടെ ചെന്നിട്ടാണ് അവർ അധ്വാനിക്കുക, എന്നിട്ട് ആ പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പോഴും ഇവിടെ അധികാരി വർഗത്തിൻ്റെ മക്കൾ സുഖലോലുപതയിൽ വല്ലാണ്ട് അർമാദിച്ച് ജീവിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെല്ലാം കണ്ട് വളരെ അരക്ഷിതാവസ്ഥമായ ഒരു മനസ്സായിരുന്നു നേപ്പാളിലെ യുവാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 40% വരുന്ന യുവാക്കളാണ് നേപ്പാളിലുള്ളത്. ഇവർ ഇതെങ്ങനെയൊന്ന് പൊട്ടുമെന്ന് വിചാരിച്ച് ആകെ വിങ്ങൽപ്പൊട്ടലോടെ നിൽക്കുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയ നിരോധനം വന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ അധികാരി വർഗത്തിൻ്റെ അഴിമതികളെല്ലാം തന്നെ ഇവർ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പങ്കുവച്ചിരുന്നത്, ലോകത്തിന് മുന്നിലേക്ക് കൊടുത്തിരുന്നത്. പെട്ടെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, യുവാക്കൾക്ക് അവരുടെ വീട്ടുകാരുമായി സംസാരിക്കാനുള്ള വലിയൊരു പാത നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടുകൂടി തന്നെ യുവാക്കൾക്കാകെ മതം പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞത് ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ചെറിയൊരു പയ്യൻ, ആ പയ്യനെ സൈന്യം വെടിവെക്കുകയാണ്, തലയ്ക്ക് പുറകിലാണ് വെടിയേറ്റത്, ബ്ലഡ് പമ്പ് ചെയ്യുകയാണ്. അപ്പോഴും കലാപകാരികൾ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട്, ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തലയുടെ പുറകിൽ നിന്നും ബ്ലഡ് കണ്ടമാനം പമ്പ് ചെയ്തു പോകുന്ന ഒരു രംഗം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്ന നിഖിലിസത്തെ പറ്റി നമുക്കറിയാം. അതായത് ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയില്ല, ഇനി നമുക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കിനി ഒന്നുമില്ല എന്നൊരു ചിന്ത. ഈ ചിന്ത വന്നതോടുകൂടി യുവാക്കളെല്ലാം പ്രക്ഷോഭത്തിലേക്ക്, കലാപത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അതോടുകൂടി അവർ ഇവിടെ അഴിമതി രഹിതമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടത്തുകയും അതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഇത്രയും വലിയൊരു കലാപത്തോടു കൂടി വേണമായിരുന്നോ എന്നൊരു ചോദ്യം അപ്പോഴും ലോകത്തിന് മുന്നിൽ അവശേഷിപ്പിക്കുകയാണ്. ശരിയാണ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, തൊഴിലില്ലായ്മയും അതുപോലെ ഇവിടെ ജീവിക്കേണ്ട ജനങ്ങൾ മറ്റു നാടുകളിൽ പോയിട്ട് എന്ത് പണിയെടുക്കാനും തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില സമുദായങ്ങൾ, നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ യുവജനങ്ങൾ മുഴുവനും മറ്റു നാടുകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് ആരും ഇതുവരെ ശരിക്കും വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടുണ്ടാവില്ല. ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടപ്പിറപ്പുകളെയും മാതാപിതാക്കളെയും എല്ലാം വിട്ടിട്ട് നമ്മുടെ സകലതും ഉപേക്ഷിച്ച് നമ്മൾ പോകാൻ തയ്യാറാകുന്നുണ്ട്. ഞാനൊരു പ്രവാസിയായിരുന്നു, അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് പറയാം, നമ്മൾ പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനോ അനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖല നമുക്കിവിടെ കിട്ടുന്നില്ല. പിൻവാതിൽ നിയമനം നമുക്കറിയാവുന്നതാണ്. അതായത് ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ആ സ്വാധീനം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ഒരു സ്ഥാനത്ത് എത്താൻ പറ്റുകയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് നാട് വിടേണ്ട ഒരു അവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് തന്നെയാണ് ഇപ്പോൾ റോജി പറഞ്ഞത്, നേപ്പാളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ എവിടെ ഉണ്ടായാലും യുവജനങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവജനം ഇളകും. യുവജനത്തിന്റെ വോയിസ് അടിച്ചമർത്താൻ പറ്റത്തില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ വെടിവെച്ചിട്ടു അല്ലെങ്കിൽ ചാർലി കിർക്ക് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു വന്നോടത്തുകൊണ്ട് അവിടുത്തെ ശബ്ദം നിലയ്ക്കുന്നില്ല. ശരിക്കും കൂടുതൽ പേര് രംഗത്തിലേക്ക് വരത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത്
നേപ്പാളിൽ നിന്നും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇത് വലിയൊരു ദൂരമില്ല. അത് ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യുവജനങ്ങൾ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നാട് നശിക്കും. അതിനു മുന്നേ ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ യുവജനങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഒരു സാമൂഹിക സ്ഥിതി ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് ഭരിക്കുന്നവരുടെ ഭരണത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിൽ ഏറ്റിയവരുടെ ഉത്തരവാദിത്വമാണ്. അത് വ്യക്തമായിട്ട് ചെയ്യുക എന്നുള്ളത് അവർ നോക്കേണ്ട കാര്യം. ജോയ്സി, ഈ പിൻവാതിൽ നിയമനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേപ്പാളിലെ യുവാക്കൾ എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് നെപ്പോട്ടിസത്തിൻ്റെ ഇരകളായിരുന്നു. അതായത് ഈ പിൻവാതിൽ നിയമനം ഒരു പഠനമോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും വേണ്ട, അവർക്കെല്ലാവർക്കും സ്വജനപക്ഷപാതം എന്ന് പറയും. അതായത് സ്വന്തം ആൾക്കാരെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായി തള്ളിക്കയറ്റുന്ന ഒരു പ്രവണത. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നേപ്പാളിലുണ്ടായിരുന്ന സാധാരണ യുവാക്കളെല്ലാം തന്നെ പുറന്തള്ളപ്പെടുകയും ഈ സിസ്റ്റമാറ്റിക് നെപ്പോട്ടിസം അവിടെ അരങ്ങുവഴിയും അതിൻ്റെ ഇരകളായി നേപ്പാളിലെ യുവജനങ്ങൾ മാറുകയാണ് ഉണ്ടായിരുന്നത്. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സഹിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു ഓലിയൊക്കെ ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. അവസാനം ഓടിച്ചിട്ടടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. സൈനികരുടെ ഇടയിൽ ഒളിച്ച് താമസിക്കുന്ന ഒരവസ്ഥ, അവിടെയുള്ള മന്ത്രിമാർക്ക് വരെ അടി കിട്ടി, എല്ലാവർക്കും അടി കിട്ടുന്ന ഒരു അവസ്ഥ, ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി അഴിമതി എന്ന് പറയുന്ന ഒന്ന് ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഭരണമായിരുന്നു നേപ്പാളിൽ ഉണ്ടായിരുന്നത്. അതായത് മാവോയിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് ഇവരെല്ലാവരും ഒന്നിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുകയും അത് ഭരിക്കുകയും ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ പിണറായി വിജയനും വി.ഡി. സതീശനും കൂടി ഒന്നിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ പ്രതിപക്ഷം ഇല്ലാതാവുകയാണ്. പ്രതിപക്ഷം ഇല്ലാതാകുന്ന ഏത് സ്ഥലത്തും അവിടെ അരാജകത്വം കൊടികുത്തി വഴിയും അഴിമതി നിറഞ്ഞാടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നേപ്പാളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഏറി വന്ന് യുവാക്കൾക്ക് നിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയുടെ ഈ നിരോധനം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മീഡിയറ്റ് കോസ് ഇത് വന്നതോടുകൂടി യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയും പക്ഷേ അത് രക്തരൂഷിതമായ വലിയൊരു കലാപമായി മാറുകയും 19ഓളം യുവാക്കൾ കൊല്ലപ്പെടുകയും 100-ലധികം യുവാക്കൾക്കും യുവതികൾക്കും പരിക്കേൽക്കുകയും ചെയ്ത ദാരുണമായ ദൃശ്യമാണ് നേപ്പാളിൽ നിന്ന് കണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ഇടക്കാല സർക്കാരിന് രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം അഴിമതി രഹിതമായ ഒരു ഭരണം ഇടക്കാല സർക്കാരിൽ ഉണ്ടാകുമെന്നും യുവജനങ്ങൾക്കും അങ്ങനെ പ്രതീക്ഷിക്കാം. അവരുടെ ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. കുറച്ച് നാളത്തെ തന്നെ എന്തായാലും പേടിയുണ്ടാവും. ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നാളത്തിന് പേടിയുണ്ടാവും. അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടി വരും. മറവി മനുഷ്യരുടെ അനുഗ്രഹമാണല്ലോ. ഓക്കെ, എന്തായാലും സ്ഥലങ്ങളിലെല്ലാം സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ഇങ്ങനെ വിപ്ലവങ്ങളും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഇല്ലാത്ത നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറെ വേദനിപ്പിച്ച, മനസ്സിൽ വല്ലാണ്ട് ടച്ച് ചെയ്ത ഒരു വാർത്ത തന്നെയായിരുന്നു നേപ്പാളിലെ കലാപവും ജെൻസിയുടെ പ്രക്ഷോഭവും. ഇത് മറ്റുള്ള ഭരണാധികാരികൾക്കും ഒരു പാഠമായി മാറണം എന്ന് തന്നെയാണ് ജോയ്സ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. മരിയ, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ മരിയയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ വാർത്ത? ഒരാളുടെ മരണം മറ്റൊരാളുടെ ജന്മമായി മാറുന്ന വാർത്തയാണ് ഈ ആഴ്ചനെ ഏറെ സ്വാധീനിച്ചത്. കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജും അങ്കമാലി സ്വദേശി ബിൽജിത്തുമാണ് ആ രണ്ട് വ്യക്തികൾ. അപകടശേഷം മസ്തിഷ്കമരണം സംഭവിച്ചതിന് ശേഷം ഇവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുകയായിരുന്നു. ഐസക് അങ്കമാലി സ്വദേശി അനീഷിനും ബിൽജിത്ത് കൊല്ലം സ്വദേശി ആവണികൃഷ്ണയ്ക്കുമാണ് ഹൃദയം ദാനം ചെയ്തത്. ഐസക് ഇതുകൂടാതെ 5 പേർക്കും ബിൽജിത്ത് 6 പേർക്കുമാണ് ജീവൻ പകർന്നു നൽകിയത്. ഇതിലൂടെ അവർ മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥവും സ്നേഹവും ഒന്നും കൂടി തെളിയിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ മരിയ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അവയവങ്ങളിലൂടെ മറ്റ് 6 പേർക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതുമാത്രമല്ല, ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം പ്രിയപ്പെട്ടവൻ, ഭർത്താവാകാം അല്ലെങ്കിൽ മകനാവാം, ആരുമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കാണിച്ച ആ പേരൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ മനുഷ്യനുണ്ടല്ലോ, അവരൊരിക്കലും കാണാതെ പോകരുത്. കാരണം എൻ്റെ മകൻ ഇല്ലാതായി എങ്കിലും എൻ്റെ മകനിലൂടെ ഇനിയും മറ്റുള്ളവർ ജീവിക്കണം എന്ന് കരുതുന്ന ആ വലിയ മനസ്സ് തന്നെയാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും അവയവദാനം എന്ന് പറയുമ്പോൾ അല്ലാത്ത പേടിയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നാ, അങ്ങനെയൊന്നുമില്ല. അവയവദാനം ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ജീവൻ പകുത്തു നൽകുക, അവരും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് ഇതിലൂടെ വെളിവാക്കുന്നത്. നല്ല ജോയ്സേ, ശരിയാണ്. ശരിക്കും നമ്മളവിടെ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം മനുഷ്യനെ വെറും മൃഗത്തെ തുല്യം കണ്ട് വെട്ടിക്കൊല്ലുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ ജീവനോ യാതൊരു വിലയും കൽപ്പിക്കാതെ
വിശ്വസിക്കാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം പല നാട്ടിലും നടക്കുന്ന സംഭവങ്ങൾ, കഴുത്തറുത്ത് കൊല്ലുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ലോകത്തിന് വലിയൊരു മാതൃകയായിട്ടാണ് ഒരുപാട് പേർക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ നൽകുന്ന, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്തും ഒരു സ്വാധീനവും നൽകുന്ന തരത്തിൽ ഈ രണ്ടുപേർ കുടുംബങ്ങളെടുത്ത ഒരു തീരുമാനം. ശരിക്കും അത് സമൂഹത്തിന് വലിയൊരു പ്രചോദനമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ പേര് ഈ ഒരു പുണ്യപ്രവർത്തിക്ക് ശരിക്കും തയ്യാറാകേണ്ടതുമാണ്. ശരിക്കും ഒരു ഹൃദയം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഓർഗൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. അതിനാരെങ്കിലും റെഡി ആയാലേ നമുക്ക് അത് ലഭ്യമാവുള്ളൂ. പക്ഷെ വേറൊരു കാര്യം ചിന്തിക്കണം, ഇതിന്റെ പുറകില് വലിയൊരു ബിസിനസ്, ഒരു മാഫിയ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് എറണാകുളത്തിൽ ഉള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ ഒരു ഹോസ്പിറ്റല് കുറച്ച് നാളുകൾക്ക് മുന്നേ വാർത്തയിൽ വലിയ പ്രശസ്തി നേടിയായിരുന്നു. അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ ചെയ്തത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അവരെത്രത്തോളം നമ്മൾ പ്രശംസിച്ചാലും മതിയാവാത്ത ഒരു കാര്യം തന്നെയാണ്. ശരിക്കും 6 പേരല്ല 12 പേരോ മറ്റോ അല്ല, 13 പേര്. ശരിക്കും ആ 13 പേരുടെ ജീവിതം മാറി. ശരിക്കും അവരെ ആ 2 കുടുംബം മനസ്സ് വെച്ചതുകൊണ്ട് ആ 13 പേരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ജീവിതം മാറി. അപ്പൊ അതൊരു ശരിക്കും വലിയൊരു ലോകം മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും അത്. തീർച്ചയായും ഈ വിപ്ലവം എന്ന് നമ്മൾ പറയുന്നത് കലാപമോ പ്രക്ഷോഭമോ ഒന്നല്ല. വിപ്ലവത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മാറ്റം എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു വിപ്ലവം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ 13 വയസ്സുകാരിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, കുട്ടിക്ക് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു, ഹൃദയം കിട്ടാനില്ല. ഈ സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നൊരു കോൾ വരുന്നത്, ഒരു ഹൃദയം തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ എയർബസ് ഒന്നും കിട്ടിയില്ല, എന്നാ ചെയ്യും? ആകെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ജനപ്രതിനിധികളെ ഇടപെടുകയും പിന്നെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ, വന്ദേ ഭാരതത്തിൽ അപ്പൻ മകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ രംഗം എന്ന് പറയുന്നത് ശരിക്കും മനസാക്ഷി ഉള്ള ഏത് മനുഷ്യൻ്റെയും കണ്ണിൽ നിന്ന് ഒരു 2 തുള്ളി കണ്ണീർ വീഴുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അത്രത്തോളം ഹൃദയസ്പർശിയായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. അങ്ങനെയല്ലേ വരിക? തീർച്ചയായും വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് ക്ലിയർ ചെയ്ത ആൾ ഉൾപ്പെടെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ വരെ ഇതിൻ്റെ ഒരു വലിയ പങ്കാണ്. തീർച്ചയായിട്ടും. കാരണം എത്രയോ ആളുകളില്ലേ ഇതിനു വേണ്ടി പരിശ്രമിച്ചു. അതായത് ഈ ഹൃദയം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമായി മാറുകയായിരുന്നു. അതായത് ആ കുട്ടിയുടെ മാത്രമല്ല, അത് സ്വീകരിക്കുന്ന കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ എല്ലാ ആൾക്കാരും ഒരു ആവശ്യമായി മാറുന്ന വലിയൊരു കാഴ്ചയെ കണ്ടേ. അതായത് ഒരു ടീം വർക്ക് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അതും ഈ ആഴ്ചയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഹൃദയസ്പർശിയായ ഒരു വാർത്ത തന്നെയാണ്. ഇനിയും ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്ന് മാത്രമല്ല അതിന് മുമ്പത്തെ ആഴ്ച കൊള്ളക്കം സൃഷ്ടിച്ച ഒന്നാണ് ഈ പോലീസ് മർദ്ദനം എന്ന് പറയുന്നത്. അത് ഈ ആഴ്ചയും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, കഥകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അടൂരുള്ള ഒരു ജോസൂട്ടി ചായൻ്റെ 29 വയസ്സുകാരനായ മകൻ ജോയൽ ഒരു പാർട്ടി പ്രവർത്തനമൊക്കെ ആയിരുന്നു, നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയിരുന്നു. പക്ഷേ അഴിമതിക്കെതിരെ ഒന്ന് ശബ്ദിച്ചു പോയി. അതിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് എടുത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോയതാണ്. അതായത് ജോയലിൻ്റെ അപ്പൻ്റെ പെങ്ങളും ജോയലും കൂടി ബൈക്ക് സഞ്ചരിക്കുന്ന സമയത്ത് വേറൊരു വണ്ടി വന്ന് മുട്ടുന്നു. സാധാരണ പോലീസ് വരുന്നു, ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ലോക്കപ്പിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും അങ്ങനെ വീട്ടിൽ കൊണ്ടുവരികയും 4 മാസത്തിനുള്ളിൽ ജോയൽ മരിക്കുകയും ചെയ്തു. ഈ അപ്പൻ കയറിയിറങ്ങാത്ത വാതിലുകളിൽ 63 വയസ്സുകാരനായ ജോസൂട്ടി ചായൻ്റെ ഈ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കേണ്ട മകനാണ് മരിച്ചുപോയത് പോലീസിൻ്റെ മർദ്ദനത്തെ തുടർന്ന്. അപ്പോഴും പോലീസുകാർ പറഞ്ഞത് വളരെ ലാഘവത്തോടെ ഒരു സൈലൻ്റ് അറ്റാക്ക് വന്നു, അങ്ങനെ മരിച്ചുപോയതാണ്. ഈ അപ്പൻ കയറിയിറങ്ങാത്ത വാതിലുകളില്ല, മുട്ടാത്ത സ്ഥലങ്ങളില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള, കളക്ടർ അടക്കമുള്ള അങ്ങനെ എല്ലാവർക്കും നിരവധി പരാതികൾ നൽകുന്നു, നിവേദനങ്ങൾ നൽകുന്നു. എൻ്റെ മകനെ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായതെന്ന് തെളിയിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ പരാതി കൊടുക്കാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ബാക്കി എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും ആ പിതാവിന് നീതി ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നു, ഏറ്റവും സുന്ദരമായ ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം എന്ന് നമ്മൾ പറയുന്നു. അതിൽ നമ്മളേറെ അഭിമാനിക്കുന്നു, അതിലേറെ അഹങ്കരിക്കുന്നു. എന്നിട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോഴും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇരുണ്ട കാലത്തിൽ എവിടെയോ അകപ്പെട്ടു പോയ ഒരു ജനസമൂഹമായി കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്കൊരു ചിന്ത വന്നത്. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 വയസ്സുള്ള പയ്യന്, അവൻ 16ാമത്തെ വയസ്സ് മുതൽ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുകയും പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലാനും ഈ പാർട്ടിക്കാർ തന്നെയായിരുന്നു കൊട്ടേഷൻ നൽകിയത് അല്ലെങ്കിൽ പോലീസിന് കൈക്കൂലി കൊടുത്തത് എന്നാണ് ഈ പിതാവ് ആരോപിക്കുന്നത്.
ആ പിതാവിൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു പിതാവിനും ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥന, ആഗ്രഹം. പക്ഷേ ഇത് ഏറെ വിങ്ങലോടെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ണീരോട് കൂടി മാത്രമാണ് ഈ വാർത്ത ഞാൻ കണ്ടത്. റോജി, ശരിക്കും ഈ വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ന്യൂസ് തെളിവോടുകൂടി പൊങ്ങി വന്നു, അതിനുശേഷം പിന്നെ പുറകെ ന്യൂസുകളുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. എത്ര എണ്ണോ പൊങ്ങി വരുന്നത് ആർക്കും അറിയത്തില്ല. ഇതിന് ശരിക്കും നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിൻവാതിൽ നിയമനം. അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക്, അത് ഇപ്പോഴല്ല എപ്പോഴായാലും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനമുള്ള മേഖലയിലുള്ള ആൾക്കാരെ, അവർക്ക് വോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലികൾ, അല്ലെങ്കിൽ പോലീസിലായിക്കോട്ടെ, ഫോഴ്സിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്ക് ജോലികൾ കൊടുക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ആ പാർട്ടിയോട് ഒരു ചായ്വ് തോന്നുകയും, അപ്പോൾ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയോട് ചിലപ്പോൾ ആ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലുള്ളവരോ അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരോ അടിച്ചമർത്താനുള്ള ഒരു പ്രവണത, അത് ശരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ശരിക്കും ഉയർത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര കാലമായിട്ട് കാണുന്ന, എത്ര കാലമായിട്ട് നമ്മളിത് പറയുന്ന, പല വിഷയങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇതിനെക്കുറിച്ച്, ഈ ഇത്രയും മരണങ്ങൾ സംഭവിച്ചതും അല്ലെങ്കിൽ ഇത്രയും അക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന ഒന്നാണ്. പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മിണ്ടാതെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യത്തിനും ഉത്തരമില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു നാഥനില്ലാത്ത കളരി പോലെയല്ല ഇപ്പൊ ശരിക്കും ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഇപ്പൊ ഉള്ളത്. ശരിക്കും ഇപ്പൊ നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്റെ പിതാവ് ഇടപെടും അതില്. കാരണം അതിന്റെ തലപ്പത്ത് അല്ല, നമ്മുടെ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആള് അത് ഇടപെടുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ആള് ശരിക്കും അതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കുടുംബാടക്കം നിരവധി കുടുംബങ്ങളോട് ഒരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായെന്നുള്ളതിന് നല്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. CCTV ദൃശ്യങ്ങൾ, ഇത്രയും കാലം പൂഴ്ത്തി വെച്ച CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ എവിടെ വരെ പോകും നമുക്കറിയാവുന്നതാണ്. സസ്പെൻഡ് ചെയ്താൽ അവരുടെ പെൻഷൻ മുടങ്ങത്തില്ല, അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ജോലിയിൽ തിരിച്ചു കയറാം, അവർ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുത്തുകൊണ്ടോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല. ശരിക്കും പോലീസ് ജനമൈത്രി പോലീസ് എന്നാണ് പറയുന്നത്. അതിൽ ജനമൈത്രി എവിടെയാണെന്ന് നമ്മൾ ശരിക്കും ഒന്ന് ചകിഞ്ഞ് പരിശോധിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ള തലപ്പത്തുള്ളവരുടെ ഒരു നിശബ്ദത, അത് ശരിക്കും കേരളത്തിൽ ഉണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഭീതി അത് ചെറുതൊന്നുമല്ല. പോലീസിൻ്റെ അടുത്ത് ഒരാവശ്യവുമായിട്ട് ജനങ്ങൾ ചെല്ലാൻ പേടിക്കും. ജനങ്ങൾ അവസാനം നിയമം കയ്യിലെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നാടുമാറും. നേപ്പാളിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പല പാതകളിലൂടെ ആയിരിക്കും. ലക്ഷ്യത്തിലെത്തുന്ന വഴികളെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാനൊരു കഥ പറയാം. ഒരു സൈനികൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സൈനികനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് സൈനികനായത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാജ്യത്തിൻ്റെ രക്ഷ മുഖ്യമായൊരു കാര്യമാണ്. ഞാൻ നല്ലൊരു രാജ്യസ്നേഹിയാണ്. രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും രാജ്യത്തെ പൗരന്മാരെ എല്ലാവരെയും സേവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് ഭാര്യയുമില്ല, കുടുംബവുമില്ല. നിങ്ങൾ എങ്ങനെയാണ്? തിരിച്ചങ്ങോട്ട് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മനസ്സമാധാനം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് പല ചിന്തകളിലൂടെയായിരിക്കാം, പല പാതകളിലൂടെയായിരിക്കാം. പക്ഷേ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ജോലി എന്താണോ അത് ശക്തവും യുക്തിയോടെയും ആയിരിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുകയുള്ളൂ. ഇത് മാത്രമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.